നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. പാലിയക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി നാളെ. കാണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിൽ നിന്ന് മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. ഓപ്പറേഷൻ നൂംകോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ആഡംബര കാറുകൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ്. നിയമ നടപടികൾ അവസാനിക്കും വരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ പ്രവേശനം അനുവദിക്കുക 1 ദിവസം 500 പേർക്ക്. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. മരം റോഡിൽ മറിച്ചിട്ടാണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത്. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവു നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. വാർത്തകൾ വിശദമായി. പാലിയക്കര ടോൾ പിരിവ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം വ്യാഴാഴ്ച വരാനിരിക്കെ സുരക്ഷാ ഭീഷണിയിൽ ദേശീയപാതയിലെ മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണ പ്രദേശം. തിങ്കളാഴ്ച പുലർച്ചെ മണ്ണിടിഞ്ഞ് സർവീസ് റോഡ് തകർന്ന ഭാഗത്ത് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇവിടെ പൂർണ്ണമായ സുരക്ഷ ഒരുക്കാനായിട്ടില്ല. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെ അടിത്തറയ്ക്കായി കുഴിച്ച ഭാഗത്താണ് 20 മീറ്റർ നീളത്തിൽ മണ്ണിടിഞ്ഞത്. ഇതോടെ സർവീസ് റോഡ് ഇടിഞ്ഞു പോവുകയായിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തിങ്കളാഴ്ച കേസ് പരിഗണിച്ച ഹൈക്കോടതി ടോൾ പിരിവ് നിരോധനം വ്യാഴാഴ്ച വരെ തുടരാൻ ഉത്തരവിട്ടത്. ഇതിനിടയിൽ മണ്ണിടിഞ്ഞ അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും 300ഓളം മീറ്റർ നീളത്തിൽ ഭീഷണി നിലനിൽക്കുന്നു. മഴ തുടരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇതിനിടെ ഗതാഗത സ്തംഭനം തുടരുകയും ചെയ്യുന്നു. എറണാകുളം തൃശൂർ റൂട്ടിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. അന്നു മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. കാണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് എതിർദിശയിൽ വന്നിരുന്ന കാറിലിടിച്ചത്. കേച്ചേരി സ്വദേശി സുരേഷാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാളുടെ കാറിൽ നിന്ന് വിദേശ മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവർ സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു. ദേശീയപാത കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന്റെ ടയർ ഊരിത്തെറിച്ച അപകടം. 3 പീടിക സെന്ററിൽ സലാല മൊബൈൽ ഷോപ്പിന് മുന്നിലാണ് അപകടമുണ്ടായത്. എറണാകുളം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുഭാഗത്തെ ടയറാണ് ഊരി വീണത്. പെട്ടെന്ന് തന്നെ വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞതിനാൽ വൻ അപകടം ഒഴിവായി. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ആഡംബര കാറുകൾ വാങ്ങിയ സംഭവത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ്. എന്നാൽ നിയമ നടപടികൾ അവസാനിക്കും വരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. വാഹനങ്ങളുടെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ നൂംകോറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പാലിയക്കരയിലെ കാർ സർവീസ് സെന്ററിൽ കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ സിനിമാ നടന്മാരുടെ അടക്കം 36 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കടമ്പകളേറെ കടന്ന് 3 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതീക്ഷകളുമേറെ. മൃഗങ്ങളെ സ്വാഭാവിക പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ രീതിയിലുള്ള ഏഷ്യയിലെ തന്നെ മികച്ച മൃഗശാലയാണ് പുത്തൂരിൽ ഒരുങ്ങിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ലഭ്യമായ സംസ്ഥാന ബജറ്റ് വിഹിതത്തിന് പുറമെ കിഫ്ബിയിൽ നിന്ന് 331 കോടി രൂപയും ഉപയോഗിച്ചാണ് പാർക്ക് പൂർത്തിയായത്. പുത്തൂർ പഞ്ചായത്തിലെ കുരിശുമൂലിയിൽ വനം വകുപ്പിന്റെ 336 ഏക്കർ റിസർവ് വനമേഖലയാണ് പാർക്കിന് ഉപയോഗിച്ചത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ വീഡിയോയിൽ കാണാൻ കഴിയുന്ന ഹോളോഗ്രാം വെർച്വൽ പാർക്കിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കും. ഒക്ടോബർ 28-ന് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കും. ഇമെയിൽ രജിസ്ട്രേഷൻ വഴിയായിരിക്കും ഇത്.
ആദ്യം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിഗണന. ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ എന്നിവർക്ക് ആദ്യ 2 മാസം മുൻഗണനയുണ്ട്. ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനും മറ്റും ജീവനക്കാർക്ക് പരിശീലനം നൽകും. തുടക്കത്തിൽ 500 പേരെ വീതമാണ് അനുവദിക്കുക. അടുത്ത ദിവസങ്ങളിൽ എണ്ണം ഇരട്ടിയാക്കും. KSRTCയുടെ ഇലക്ട്രിക് ബസ് സേവനം സന്ദർശകർക്ക് ലഭിക്കും. ജനുവരി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകി തുടങ്ങുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. ന്യൂസ് ഡെസ്ക് TCV. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. അമ്പലപ്പാറയിൽ മരം റോഡിൽ മറിച്ചിട്ടാണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത്. KSRTC സ്വകാര്യ ബസ്സുകളടക്കം 50ഓളം വാഹനങ്ങളാണ് ഇത്രയും നേരം നിശ്ചലമായി കിടന്നത്. ഷോളയാർ റേഞ്ച് ഓഫീസിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. ഏതാനും ദിവസം മുമ്പ് ഷോളയാറിലും ഇത്തരത്തിൽ കബാലി വാഹനങ്ങൾ തടഞ്ഞിരുന്നു. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവുനായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. അൻസാറും കുടുംബവും പുറത്തുപോയിരുന്ന സമയത്താണ് തെരുവുനായ്ക്കൾ കോഴികളെ ആക്രമിച്ചത്. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തർക്കത്തിനിടെ കത്തികൊണ്ട് യുവാവിന് പരിക്കേറ്റ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. മാനിന സ്വദേശി കൊച്ചം വീട്ടിൽ ബാബു, സഹോദരൻ രാജു എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുല്ലശ്ശേരി സ്വദേശി തോട്ടുപുറത്ത് വീട്ടിൽ സിനിലിനാണ് തർക്കത്തിനിടെ പരിക്കേറ്റത്. തിങ്കളാഴ്ച മുല്ലശ്ശേരി മാനിനയിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കത്തി വീശിയപ്പോഴാണ് സിനിലിന് കഴുത്തിൽ മുറിവേറ്റത്. ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പേരാമംഗലത്ത് ഫ്ളാറ്റിൽ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. കൈപ്പറമ്പ് സ്വദേശി മാർട്ടിനെയാണ് അന്വേഷണം തുടരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫ്ളാറ്റിൽ ഒപ്പം താമസിച്ചിരുന്ന മുളങ്ങുന്നതാവ് സ്വദേശിനിയായ യുവതിയെ മാർട്ടിൻ ആക്രമിച്ചത്. കൊച്ചിയിൽ ഫ്ളാറ്റിൽ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലും മാർട്ടിൻ പ്രതിയാണ്. ചേലക്കര മേപ്പാടത്ത് ആത്മഹത്യാശ്രമത്തിൽ ചികിത്സയിലുള്ള അമ്മയുടെയും മകന്റെയും നില ഗുരുതരമായി തുടരുന്നു. ശൈലജ, മകൻ 4 വയസ്സുള്ള അക്ഷയ് എന്നിവരാണ് ആശുപത്രിയിലുള്ളത്. ശൈലജയുടെ മകൾ 6 വയസ്സുള്ള അണിമ വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് ഇന്നലെ മരിച്ചിരുന്നു. ശൈലജയുടെ ഭർത്താവ് പ്രദീപ് 2 ആഴ്ച മുൻപ് മരിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം എന്ന് പറയുന്നു. മക്കൾക്ക് വിഷം നൽകിയ ശേഷം അമ്മയും വിഷം കഴിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിൽ നിയമം തെറ്റിച്ചു വന്ന പോലീസ് ജീപ്പ് ഉണ്ടാക്കിയ ഗതാഗത കുരുക്കിന് എതിർദിശയിൽ വന്ന ബസ്സിന് പിഴ ചുമത്തിയതായി പരാതി. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമൂലം ഒറ്റവരിയായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ 5:30 നിയമം തെറ്റിച്ചു വന്ന ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഗതാഗത കുരുക്ക് ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ ശരിയായ ദിശയിൽ വന്ന ബസ്സിന് പിഴ ഈടാക്കിയതായാണ് ആരോപണം. ഈ സമയം തൃശൂർക്ക് പോകുകയായിരുന്ന അലിനാസ് ബസ്സിനാണ് പിഴ ഈടാക്കിയിരുന്നത്. ബസ്സിലെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനടക്കം പരാതി നൽകുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം സ്വദേശികളായ ഹിലാൽ, സംഗീത്, രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ചങ്ങരംകുളം ചിയാനൂർ സ്വദേശി കൈപ്പറ വളപ്പിൽ വീട്ടിൽ അരുണിനെയാണ് തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മർദ്ദനത്തിൽ യുവാവിന്റെ ചെവിക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് വെള്ളറക്കാട് ചിറമനേങ്ങാട് ഇറക്കിവിടുകയായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ സ്വച്ഛത ഹി സേവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ശുചിത്വ മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. VHSE വിഭാഗം പ്രിൻസിപ്പാൾ KK അനിത, ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപിക KP ബിന്ദു എന്നിവർ മാലിന്യമുക്ത സന്ദേശങ്ങൾ നൽകി. സ്കൂൾ ലീഡർ P അരുണിമ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിശാലമായ ആധുനിക സൗകര്യങ്ങളുമായി കുഴൂർ പഞ്ചായത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രം ഒരുക്കി. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 10,591 ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള കെട്ടിടമാണ് MCFനായി നിർമ്മിച്ചിട്ടുള്ളത്. ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിലൂടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുന്നതിനും
തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനും സൗകര്യമുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കൾ ബെയിലിംഗ് യന്ത്രം ഉപയോഗിച്ച് ഒതുക്കി സൂക്ഷിക്കാനും കഴിയും. പഞ്ചായത്തിലെ 14 വാർഡുകളിലേക്കായി 23 ഹരിതകർമ്മ സേന അംഗങ്ങളാണുള്ളത്. ഇവർക്ക് കുറഞ്ഞത് 10,000 രൂപയുടെ വരുമാനമാണുള്ളത്. ചില സ്ഥലങ്ങളിൽ MCF ഒരുക്കിയിട്ടുള്ളത് സൗകര്യങ്ങളില്ലാതെയാണെന്ന പരാതികൾ ഉണ്ടായതിനാൽ കുഴൂരിൽ കൂടുതൽ ശ്രദ്ധയോടെയാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. നമ്മൾ 3 ഘട്ടമായിട്ടാണ് ഇത്തരത്തിലുള്ള പണി തീർത്തിട്ടുള്ളത്. 90 ലക്ഷം രൂപയോളാണ് നമ്മൾ MCFന്റെ കാര്യങ്ങൾക്ക്, പഞ്ചായത്തിൻ്റെ ശുദ്ധീകരണ ഈ ഇത്തരത്തിലുള്ള പ്ലാന്റ് അടക്കമുള്ള എല്ലാ സാഹചര്യ ഫെസിലിറ്റിയോടും കൂടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുമാതിരി തന്നെ വാഹനമുണ്ട് 2 എണ്ണം. പിന്നെ നമുക്ക് മുകളിലും അപ്പുറത്തും മുകളിൽ ഷീറ്റ് ഇട്ടെടുത്ത് ടൈലൊക്കെ ഇട്ട് നല്ല സൗകര്യമായിട്ട് വൃത്തിയായിട്ട് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ ജോലി ചെയ്യാൻ മാത്രമല്ല വിശ്രമിക്കാനും വിശാലമായ ഇടമാണ് കുഴൂരിലെ MCFിലുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കിയ MCF അടുത്ത ദിവസം ഔദ്യോഗികമായി തുറന്നുകൊടുക്കും. TCV മാള. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാരിന്റെ അവഗണനയിലും വാഗ്ദാന ലംഘനത്തിലും ഉദ്യോഗസ്ഥ പീഡനത്തിലും പ്രതിഷേധിച്ച് ഒക്ടോബർ 7 ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റേഷൻ വ്യാപാരികൾ നിയമസഭാ മാർച്ച് നടത്തുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ അറിയിച്ചു. അന്നേ ദിവസം കടകൾ അടക്കില്ല. പകരം കറുത്ത കൊടികെട്ടിയും ബാഡ്ജ് ധരിച്ചും പകരം ജീവനക്കാരെ വെച്ച് കട തുറക്കും. തീരുമാനമായില്ലെങ്കിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ സംസ്ഥാന വ്യാപകമായി എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും തുടർച്ചയായി അനിശ്ചിതകാല സത്യാഗ്രഹം സംഘടിപ്പിക്കുമെന്നും ജോണി നെല്ലൂർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് അലി, സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ഓഡിറ്റർ KK സുരേഷ് എന്നിവരും പങ്കെടുത്തു. CPI നേതാവ് ഷീല വിജയകുമാറിനെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗമായി നിയമിച്ചു. നേരത്തെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU തൃശൂർ ഡിവിഷൻ സമ്മേളനം കൂർക്കഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ PG ദിലീപ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ CITU ഡിവിഷൻ പ്രസിഡന്റ് V. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് UP ജോസഫ്, T. സുധാകരൻ, KR മോഹൻദാസ്, വത്സൻ മാളിയേക്കൽ, MK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവിതോത്സവത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളുടെ ജീവിതത്തെ സന്തോഷകരവും കാര്യക്ഷമവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ 21 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന പ്രവർത്തനാധിഷ്ഠിതമായ ചലഞ്ചുകൾ ഉൾപ്പെടുത്തിയുള്ള പരിപാടിയാണ് ജീവിതോത്സവം. വാർഡ് മെമ്പർ ജെറോം ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഫാദർ പോൾ P. റാഫേൽ, PTA പ്രസിഡന്റ് VV സന്തോഷ്, NSS പ്രോഗ്രാം ഓഫീസർ നിഷ വിൻസെന്റ്, റിനി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അപൂർവ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്ന 12ഉം 7ഉം വയസ്സുള്ള സഹോദരങ്ങൾ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ശസ്ത്രക്രിയയ്ക്കാണ് കുടുംബം സഹായം തേടുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നടത്തിയ പരിശോധനയിലുമാണ് ഇരുവർക്കും രോഗം സ്ഥിരീകരിച്ചത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി ഒരാൾക്ക് 60 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കായി 1,20 ലക്ഷം രൂപ വേണ്ടിവരും. ഇനിയിപ്പോൾ മജ്ജ മാറ്റിവെക്കൽ മാത്രമേ പോംവഴിയുള്ളൂ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. കുട്ടിയുടെ കിഡ്നി, ലിവർ ഒക്കെ അസുഖം ബാധിച്ചു. ഇനി നമ്മൾ ചികിത്സ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. മകന് അതുപോലെ 2-3 വർഷമായി അവന് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അവനും ഭാവിയിൽ മോളെ പോലെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനും മജ്ജ മാറ്റി വയ്ക്കണം. മോളുടെ അവസ്ഥ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് ചെയ്യണം. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവനിക. അസുഖത്തെ തുടർന്ന് 1 വർഷമായി സ്കൂളിൽ പോകുന്നില്ല. മരത്തങ്കോട് MGLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുഷ്. 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവനികയ്ക്ക് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. ശരീരത്തിന്റെ വളർച്ച നിലയ്ക്കുകയും കൈകാലുകൾ ശോഷിച്ച് വയർ വീർത്ത് നിൽക്കുന്ന അവസ്ഥയാണ് കുട്ടിക്കുള്ളത്.
അസഹ്യമായ വേദനയും അനുഭവിക്കുന്നുണ്ട്. പ്രതിരോധശേഷി കുറവായതിനാൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മാസത്തിൽ 1 ഇഞ്ചക്ഷനും എടുക്കണം. രോഗം ആന്തരികാവയവങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ആയുഷിന്റെയും അവസ്ഥ സമാനമാണ്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും വരുന്ന ഭീമമായ തുക കണ്ടെത്താൻ വെൽഡിംഗ് തൊഴിലാളിയായ മനോജിന് കഴിയാത്ത സാഹചര്യമാണ്. ഇവരെ സഹായിക്കുന്നതിനായി കുന്നംകുളം MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു കുട്ടിക്ക് മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി 60 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത്. അങ്ങനെ 1,20 ലക്ഷം രൂപ 2 കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവനികയ്ക്കാണ് ഏറ്റവും ആദ്യം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടത്. ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ സുമനസ്സുകളുടെയും സഹായം ഫണ്ട് ശേഖരണത്തിന് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവരുടെയും സഹായം ആഗ്രഹിക്കുന്നു. ധനസമാഹരണത്തിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുരുന്നുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്ന സഹായങ്ങൾ അക്കൗണ്ട് വഴി നൽകാവുന്നതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. സംസ്ഥാനത്ത് വരുന്ന 2 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. വരും മണിക്കൂറുകളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടത്തരം മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പശ്ചിമ ബംഗാളിനും വടക്കൻ ഒഡീഷയ്ക്കും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. നാളെ മധ്യകിഴക്കൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കലാമണ്ഡലം വിനയന്റെ നേതൃത്വത്തിൽ നടന്ന നടപ്പുര പഞ്ചവാദ്യത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. മഹാനവമി ദിവസമായ ഒക്ടോബർ 1 ഈശ്വരത്ത് പ്രശാന്ത് മേനോൻ അവതരിപ്പിക്കുന്ന ഭക്തി പ്രഭാഷണം ഉണ്ടായിരിക്കും. വിജയദശമി ദിവസമായ ഒക്ടോബർ 2 രാവിലെ 7:30 മുതൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കും. പ്രൊഫസർ D നീലകണ്ഠൻ, MR ഗീത എന്നിവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ആചാര്യന്മാരാകും. മദ്ദള നന്ദികേശൻ തിരുവില്ലാമല വെങ്കിച്ചൻ സ്വാമി അനുസ്മരണവും സ്മാരക പഠന കേന്ദ്രത്തിന്റെ പുരസ്കാര സമർപ്പണവും സെപ്റ്റംബർ 28 നടക്കും. ഇതിനോടനുബന്ധിച്ച് രാവിലെ 7 പറക്കോട്ടുകാവിൽ തായമ്പക അരങ്ങേറ്റവും 9 തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യ അരങ്ങേറ്റവും ഉണ്ടാകും. അന്തിക്കാട് ഹൈസ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. കായിക താരം വൈശാഖ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന കായികമേളയുടെ ദീപശിഖ അന്തിക്കാട് പോലീസ് അഡീഷണൽ സർക്കിൾ ഇൻസ്പെക്ടറിൽ നിന്നും വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങി. പ്രധാന അധ്യാപിക VR ഷില്ലി, കായിക അധ്യാപകൻ ശ്രീഹരി, പഞ്ചായത്ത് അംഗം രഞ്ജിത് കുമാർ, MPTA പ്രസിഡന്റ് റജീന നാസർ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്ന നെല്ലായി വൈലൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശൈലജ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, അംഗം A രാജീവ് എന്നിവർ സംസാരിച്ചു.
ചിറ്റാറ്റുകര തെക്കുമുറി മരണാനന്തര സഹായ സഹകരണ സമിതിയുടെ 40ാം വാർഷികാഘോഷം നടത്തി. കവിയും പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷാജി കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കവിയും പ്രഭാഷകനുമായ പ്രസാദ് കാക്കശ്ശേരി സ്മരണിക പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ഭാരവാഹികളായ KS പ്രമോദ്, TS സജു, ഷീന മുരളി, അഖില അനീഷ്, സനിത രാജേഷ്, സിന്ധു അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. LDF തെക്കുങ്കര പഞ്ചായത്ത് വികസന സന്ദേശ കാൽനട പ്രചരണ ജാഥ പര്യടനം നടത്തി. പനങ്ങാട്ടുകരയിൽ നിന്നും ആരംഭിച്ച ജാഥ CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. CPI ബ്രാഞ്ച് സെക്രട്ടറി OD ദിലീഷ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ AK സുരേന്ദ്രൻ, വൈസ് ക്യാപ്റ്റൻ നിഷാന്ത് മച്ചാട, മാനേജർ NG സന്തോഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ ദാനം നടന്നു. എരുമപ്പെട്ടി ബദ്ലഹേം നഗറിൽ കുറ്റിക്കാട്ടിൽ ബെന്നി ജാൻസി ദമ്പതികൾ, കരിയന്നൂർ കല്ലായി വളപ്പിൽ മജീദ് ഷെഹർബാൻ ദമ്പതികൾ എന്നിവർക്കാണ് വീട് നൽകിയത്. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജുവാണ് അർഹരായ നിർധന കുടുംബങ്ങളെ കണ്ടെത്തിയത്. കോളേജിൽ നടന്ന ചടങ്ങിൽ MC ഐജു, കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസ് പടിയത്ത് എന്നിവർ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. HOD BH അരുൾ അധ്യക്ഷനായി. NSS പ്രോഗ്രാം ഓഫീസർമാരായ വിപിൻ കൃഷ്ണ, KT ജാക്സൺ, അസിസ്റ്റന്റ് പ്രൊഫസർ സ്നേഹ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ തന്നെ നിഷ്കാമകർമ്മ വെങ്കിടങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പോലീസ് പീഡനത്തിനും ജനദ്രോഹ ഭരണത്തിനും എതിരെയായിരുന്നു പ്രതിഷേധം. DCC സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, ഗ്രേസി ജേക്കബ്, DCC സെക്രട്ടറിമാരായ CM നൌഷാദ്, PK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സ്വദേശിനിയായ അധ്യാപികയ്ക്ക് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. നെടുപ്പുഴ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി PP ലിഷയ്ക്കാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. പൂവത്തൂർ സ്വദേശിയായ യുവാവിനെ കാണാനില്ലെന്ന് പരാതി. കരുമത്തിൽ വീട്ടിൽ അഭിഷേകിനെയാണ് കാണാതായത്. എളവള്ളി പണ്ടാറക്കാട് വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്ന ഈ മാസം 15-ന് എറണാകുളത്തേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പിന്നീട് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്ന് വീട്ടുകാർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കാണാതാകുന്ന സമയത്ത് വെള്ളമുണ്ടും മെറൂൺ കളർ ഷർട്ടുമായിരുന്നു വേഷം. യുവാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. റിസർച്ചോടുകൂടി പഠനവും സാമൂഹിക ഇടപെടലും ലക്ഷ്യമിട്ട് തൃശൂർ വിമല കോളേജിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും കോളേജ് മാഗസിന്റെ പ്രകാശനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ C ജോർജ് തോമസ്, കോ ഇൻവെസ്റ്റിഗേറ്റർമാരായ നജീമ ഉണ്ണിക്കാമു, ഡോക്ടർ വീണ ഗോപാലൻ, സ്റ്റാഫ് എഡിറ്റർ ഡോക്ടർ നിഷ ഫ്രാൻസിസ്, സ്റ്റുഡന്റ് എഡിറ്റർ K ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. 5 കോളേജുകളിൽ നിന്നുള്ള 100 സയൻസ് വിദ്യാർത്ഥികളാണ് 3 വർഷം ദൈർഘ്യമുള്ള കേന്ദ്ര സർക്കാർ പ്രോജക്റ്റിൽ ഭാഗമാകുന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നടത്തപ്പെടുന്നുണ്ട്. മാഗസിൻ ഈ രൂപത്തിൽ ശ്രീലക്ഷ്മി, എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സ് ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊളാബറേഷൻസ് വിത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയിൽ എൻവയറൺമെന്റ് അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു എല്ലാവിധ ആശംസകളും വിജയവും ആശംസിച്ചു. I invite the dignitaries to പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ER ജോഷി അധ്യക്ഷത വഹിച്ചു. കലാപ്രതിഭ AM ജഗൻ ശ്യാംലാൽ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക EK ഖദീജ ബി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, പഞ്ചായത്ത് അംഗം സുജിത സലീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ചെറുതുരുത്തി GHSS 1974-75 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മുൻ അധ്യാപകൻ TN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MK ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ മുൻ അധ്യാപകരായ KT രാമചന്ദ്രൻ, KP അലവിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ചീരക്കുഴി കനാലിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തിയ മാലിന്യങ്ങൾ റോഡിലിട്ടത് വഴിയാത്രക്കാർക്ക് ദുരിതമായി. മായനൂർ തൊഴുപ്പാടം കനാൽ റോഡ് അരികിലാണ് ചീരക്കുഴി കനാലിലെ മാലിന്യങ്ങൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കയറ്റിയിട്ടിരിക്കുന്നത്. ഇതോടെ ഈ വഴി വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തടസ്സം നേരിടുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ക്രാഫ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടിയിൽ ഈ മാസം 29 മുതൽ ഒക്ടോബർ 5 വരെ ജോസ് പെല്ലിശ്ശേരി കലാഭവൻ മണി സ്മാരക അഖില കേരള നാടകമേള നടക്കും. SNG ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നാടകങ്ങൾ ആരംഭിക്കും. സനീഷ് കുമാർ ജോസഫ് MLA നാടകമേള ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് പോൾ പാറയിൽ, സെക്രട്ടറി PD ദിനേശ്, വൈസ് പ്രസിഡന്റ് UK വാസു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പടിഞ്ഞാറെ കരിമ്പാടം കോൾപ്പടവിൽ പരമ്പരാഗത രീതിയിൽ വിത ഉത്സവം നടന്നു. വെങ്കിടൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വിത ഉത്സവം ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് MK സദാനന്ദൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, വാർഡ് മെമ്പർ ബസീജ വിജേഷ്, കൃഷി ഓഫീസർ ഐഷ അദീന തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,575 രൂപ, പവന് 84,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. പാലേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി നാളെ. കാണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിൽ നിന്ന് മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. ഓപ്പറേഷൻ നൂങ്കോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ആഡംബര കാറുകൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ്. നിയമ നടപടികൾ അവസാനിക്കും വരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ പ്രവേശനം അനുവദിക്കുക ഒരു ദിവസം 500 പേർക്ക്. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. മരം റോഡിൽ മറിച്ചിട്ടാണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത്. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവുനായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.